18ാം ലോകസഭയുടെ സ്പീക്കർ ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ. നമുക്കേവർക്കും അറിയാം, 18ാം ലോക്സഭയിൽ തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ തന്നെയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. എങ്കിലും ലോകസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ സ്പീക്കർ ആരായിരിക്കും, ആരെ തെരഞ്ഞെടുക്കണം എന്നതിന്റെ കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്താതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മത്സരം ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. സാധാരണഗതിയിൽ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ സ്പീക്കറെ തെരഞ്ഞെടുക്കുക അത് മിക്കപ്പോഴും ഒരു സമവായത്തിലായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം. എന്നാൽ ആ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങനെ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഈ 18ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനം ഏറെ വ്യത്യസ്തമായി മാറാൻ പോകുന്നത്. 1921 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ടിനെ തുടർന്നാണ് പിന്നീട് സ്പീക്കർ സ്ഥാനം അന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതായത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനങ്ങൾ കൽപ്പിച്ചുകൊണ്ട് 1921 ആ 1919 ആക്ടിനെ തുടർന്ന് 1921 സ്പീക്കർ സ്ഥാനം അഥവാ പ്രസിഡന്റ് സ്ഥാനം വരുന്നത്. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ തുടർന്ന് 1947 ശേഷം നമ്മൾ സ്പീക്കർ എന്നും ഡെപ്യൂട്ടി സ്പീക്കർ എന്നും പദവി നൽകുകയും അങ്ങനെ GV മവലാങ്കാർ നമ്മുടെ ആദ്യത്തെ സ്പീക്കറായി മാറുകയും ചെയ്യുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 10ഓളം ലോക്സഭകൾ നമ്മൾ കാണുന്നത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അതേ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു കീഴ്വഴക്കമായിരുന്നുവെങ്കിൽ അത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ നമ്മുടെ അംഗങ്ങൾ, ലോക്സഭയിലെ സ്പീക്കർമാർ ഒക്കെ കൂടി ആലോചിച്ച് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ 10ാം ലോക്സഭ മുതൽ പിന്നീട് ഇങ്ങോട്ട് ഭരിക്കുന്ന പാർട്ടിക്ക് സ്പീക്കർ സ്ഥാനവും അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടുന്ന കക്ഷിക്ക് സ്പീക്കർ സ്ഥാനവും പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകുന്ന ഒരു കീഴ്വഴക്കമാണ് പിന്നീട് പിന്തുടർന്നത്. അത് ഏതാണ്ട് 2014 വരെ പിന്തുടർന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. എന്നാൽ 2014 അതിൽ മാറ്റം സംഭവിക്കുകയാണ്. BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുന്ന ആ സന്ദർഭത്തിൽ സുമിത്ര മഹാജനെ സ്പീക്കർ ആക്കുകയും ആ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവർ അവരുടെ ഘടകകക്ഷിയായ ADMKയിലെ തമ്പിദുരൈക്ക് നൽകിക്കൊണ്ട് അതുവരെ പിന്തുടർന്നു വന്ന ഒരു കീഴ്വഴക്കം പിന്നീട് ലംഘിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ പിന്നീട് 2019 സ്പീക്കർ സ്ഥാനം പദവി, ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സ്പീക്കർ സ്ഥാനം ഭരിക്കുന്ന പാർട്ടി നിലനിർത്തുമ്പോഴും പലപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിട്ടത് നമ്മൾ ഇപ്പോൾ കാണുകയാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഒരു രസകരമായ ഒരു കാര്യം, കോൺഗ്രസ് വളരെ വലിയ തരത്തിൽ ഒരു വിജയം അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വലിയ ഒരു വിജയം അവകാശപ്പെടുകയും അതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിപക്ഷമായി വളർന്നു വരികയും ചെയ്തു വന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ സ്പീക്കർ പദവിക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്ക് അർഹനാണ് എന്നുള്ള ഒരു സൂചന പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉറപ്പായും പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകിയിരുന്ന ആ മുൻ കീഴ്വഴക്കത്തെ അംഗീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് നൽകണമെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഇതിനിടയ്ക്ക് ഇന്ത്യ മുന്നണി മറ്റൊരു കളി കൂടി കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഭരണപക്ഷ മുന്നണിയിൽ തന്നെ വിള്ളലുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് ആളുകളെ അടർത്തി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് സ്പീക്കർ പദവിയിലേക്ക് ഒരുപക്ഷെ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും പിന്തുണ കിട്ടുമോ എന്നുള്ള ഒരു ശ്രമം ഇന്ത്യ മുന്നണി നടന്നപ്പോൾ അതിന് ബദലായി പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് DMK ചോർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഇന്ത്യ മുന്നണി, ഓർക്കണം, ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും വലിയ കക്ഷികളിൽ 3ാം കക്ഷിയാണ് ഇപ്പോൾ DMK. ആ DMKയിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടുവന്ന് സ്പീക്കർ പദവി നൽകി ഇന്ത്യ മുന്നണിക്ക് വിള്ളൽ ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ ഭരിക്കുന്ന ഒരുപക്ഷെ NDA മുന്നണി ശ്രമിച്ചത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി മുൻ കീഴ്വഴക്കം അനുസരിച്ച് ഒരുപക്ഷെ 10ാം ലോക്സഭ മുതൽ ഇങ്ങോട്ട് പിന്തുടർന്ന കീഴ്വഴക്കം അനുസരിച്ച് തങ്ങൾക്ക് തന്നെ ലഭിക്കണം എന്ന് പ്രതിപക്ഷ നേതൃകക്ഷിയായ കോൺഗ്രസ് ആവശ്യപ്പെടുകയും BJP അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം.
ഇതൊരു പക്ഷേ ലോകസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ പദവി ഇത്രയും, ഒരുപക്ഷെ നമ്മൾ ലോകസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഏറ്റവും വലിയ കക്ഷിയായി BJP ഉയരുകയും എന്നാൽ അവർക്ക് വ്യക്തമായ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും അതുപോലെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും TDPയും JDU ഒക്കെ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയോ മുറവിളി കൂട്ടുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെയൊക്കെ സമവായം ഉണ്ടാക്കിക്കൊണ്ട് BJP ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പ്രതിപക്ഷ കക്ഷികളോട് തയ്യാറല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ അഥവാ ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടപ്പോൾ അത് പിന്നീട് ആലോചിക്കാമെന്നും ഇപ്പോൾ തങ്ങളോട് സഹകരിക്കണം എന്നുമാണ് ഭരണകക്ഷി മുന്നണികൾ ആവശ്യപ്പെട്ടത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സഹകരണവും തങ്ങൾ നൽകാൻ സാധ്യമല്ല എന്ന് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉറച്ചു പറഞ്ഞതോടെയാണ് ഇപ്പോൾ മത്സരത്തിന് കളമൊരുക്കുന്നത്. നാളെ ഒരുപക്ഷെ ലോകസഭ ചേരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സഭ ചേരുമ്പോൾ മത്സരം നടക്കുകയാണ്. ഓം ബിർള എന്ന് പറയുന്ന രാജസ്ഥാനിൽ നിന്ന് 3 തവണ MP ആയി വന്നിട്ടുള്ള കഴിഞ്ഞ ലോകസഭയിൽ BJPയുടെ സ്പീക്കർ ആയിരുന്ന ഓം ബിർളയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരു BJP നേതാവാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ 8 തവണ ലോകസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച കൊടിക്കുന്നിൽ സുരേഷാണ് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇതിനു മുമ്പ് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഇന്ത്യ മുന്നണിയും BJPയും തമ്മിൽ, പ്രത്യേകിച്ച് NDA മുന്നണിയും തമ്മിൽ ഉണ്ടായിരുന്നു. കാരണം പ്രോടൈം സ്പീക്കർ, അതായത് അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി അല്ല എങ്കിലും പാർലമെന്ററി പ്രൊസീജിയർ അനുസരിച്ച് അവിടെയുള്ള അതിന്റെ ഹാൻഡ് ബുക്ക് അനുസരിച്ച് അതിൽ പ്രോടൈം സ്പീക്കർ പ്രോടൈം എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് സ്പീക്കറോ ഡെപ്യൂട്ടോ സ്പീക്കറോ ഇല്ലാതിരിക്കുകയും പുതിയതായി ഒരു സഭ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ആ സഭ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ആളാണ് പ്രോടൈം സ്പീക്കർ എന്ന് പറയുന്നത്. അതൊരു അലിഖിതമായിട്ട് അത് ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും ഈ പാർലമെന്ററി പ്രൊസീജിയറിന്റെ ഹാൻഡ് ബുക്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അത് പ്രകാരം സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിരിക്കണം, പലപ്പോഴും അവരെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന ഒരു വ്യക്തിയെ ആണ് സാധാരണഗതിയിൽ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുക്കുക. എന്നാൽ ഇത്തവണ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തത് 7 തവണ ലോക്സഭ അംഗമായിട്ടുള്ള BJPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം മഖ്താബാണ്. അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ള ആളാണ്. എന്നാൽ 7 തവണ ലോക്സഭയിൽ എത്തിയിട്ടുള്ള ഭർതൃഹരി മഖ്താബിനാണ് ആ സ്ഥാനം നൽകിയത്. അത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുകയും അങ്ങനെ BJPയും കോൺഗ്രസും, പ്രത്യേകിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രോടൈം സ്പീക്കറെ പോലും നിയമവിധേയമായിട്ടല്ല, അല്ലെങ്കിൽ സഭയുടെ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചല്ല ഭരണകക്ഷി ഇപ്പോൾ തെരഞ്ഞെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ആ കീഴ്വഴക്കം തങ്ങൾ കടും പിടുത്തം പ്രതിപക്ഷ പാർട്ടികൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കാരണവശാലും തങ്ങൾ അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. അത് കോൺഗ്രസിലെ ഘടകകക്ഷികൾ അതിനോട് യോജിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള ഒരു മത്സരത്തിന് നാളെ സഭ വേദിയാവുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷ മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ പ്രതിപക്ഷ നിരയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ അത് തന്നെ ഭരണപക്ഷ മുന്നണിയിലുള്ളവർക്ക് ഒരു തലവേദനയാവും, ആ നാണക്കേടാകും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം ഭരിക്കുന്ന മുന്നണിയുടെ കെട്ടുറപ്പിനെ ആയിരിക്കും അത് ചോദ്യം ചെയ്യുക. കോൺഗ്രസ് ആവട്ടെ ആ അവസരം വളരെ ഭംഗിയായി വിനിയോഗിക്കുന്നു. സാധാരണഗതിയിൽ സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെടുന്ന സഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയിലെ തന്നെ ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അവരാണല്ലോ ഭൂരിപക്ഷം ഉണ്ടാവുക. സിമ്പിൾ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അഥവാ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. അത് പ്രകാരം ഇപ്പോൾ BJP നിശ്ചയിക്കുന്ന ആളെ തന്നെയാകും, അല്ലെങ്കിൽ NDA മുന്നണി നിശ്ചയിക്കുന്ന ആൾ തന്നെയാകും സ്പീക്കറാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ അവിടെ നിന്ന് ഓരോട്ടെങ്കിലും ചോർന്ന് അത് കോൺഗ്രസ് മുന്നണിക്ക് അഥവാ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ ചർച്ചകൾക്ക്, അതൊരു പക്ഷേ വലിയ ഒരു മൈലേജ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തിൽ ഇത്തരം കീഴ്വഴക്കങ്ങളും മത്സരങ്ങളും പ്രകടമാകുന്നത്. കോൺഗ്രസ് പാർട്ടി കീഴ്വഴക്കം അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് തന്നെ ലഭിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ BJP അതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് മാത്രമല്ല
ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങളുടെ ഘടകകക്ഷികൾക്ക് നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നുള്ള ചില ചെറിയ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് BJP അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കോ വിട്ടു നൽകാൻ തയ്യാറാകാത്തത്. എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ സ്ഥാനം ഇത്രയേറെ നിർണായകമാകുന്നത്? ഒരുപക്ഷെ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച TDPയും JDUവും ഒക്കെ, അഥവാ BJP മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഈ TDPയും JDUവും ആണല്ലോ ഇപ്പോൾ. അപ്പൊ അവരൊക്കെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ശക്തമായി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി വാദഗതി ഉന്നയിച്ചവരാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രാധാന്യമാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്പീക്കറാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതൊന്ന്, അദ്ദേഹം സഭയെ നിയന്ത്രിക്കുന്നു. സഭയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഒരംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട റൂളിംഗ്, സഭയുമായി ബന്ധപ്പെട്ട റൂളിംഗ്, ഇതെല്ലാം നൽകുന്നത് സ്പീക്കറാണ്. അതിനൊക്കെ ഉപരിയായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്പീക്കർ പദവിയെ ഇന്ന് ഏറ്റവും കൂടുതൽ നിർണായകമയമാക്കിയിട്ടുള്ളത്. അത് ഒന്ന്, ഒരു ബിൽ എന്ന് പറയുന്നത് അത് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭയുടെ സ്പീക്കറാണ്. അതുകൊണ്ട് ആ ബിൽ എങ്ങനെയുള്ള ബില്ലാണ് എന്ന് തീരുമാനിക്കുക സ്പീക്കറാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, 10ാം ഷെഡ്യൂൾ അനുസരിച്ച്, ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ അനുസരിച്ച് കൂറുമാറ്റപരമായി അയോഗ്യരാകുന്നവരെ പ്രഖ്യാപിക്കുന്നത് അത് ഭരണഘടനയുടെ റിവ്യൂവിന് സുപ്രീം കോടതി വിധേയമാണ്. അതായത് സുപ്രീം കോടതിക്ക് വിധേയമാണത് എങ്കിൽ കൂടിയും പ്രത്യക്ഷത്തിൽ ഒരാളെ, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ കൂറുമാറിയാൽ അയാളെ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം സ്പീക്കർക്കുണ്ട്. എങ്കിലും അത് ഭരണഘടനയ്ക്ക് വേണമെങ്കിൽ അത് റിവ്യൂ ചെയ്യാം, അത് പരിശോധിക്കാം, വേണമെങ്കിൽ സ്പീക്കറുടെ നടപടി തെറ്റാണെന്ന് പറയാം, ഒക്കെ ചെയ്യാമെങ്കിലും അവിടെ ഒരു തുടക്കത്തിൽ തീരുമാനം എടുക്കുവാനുള്ള അധികാരം 10ാം ഷെഡ്യൂൾ പ്രകാരം സ്പീക്കർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവി ഇപ്പോൾ തുലാസിലായിരിക്കുന്ന BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത BJP ഭരിക്കുന്ന ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഘടകകക്ഷികളിൽ നിന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്പീക്കർ പദവി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ, പ്രത്യേകിച്ച് JDUവിന്റെയോ അല്ലെങ്കിൽ TDPയുടെയോ ഒന്നും സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാതെ ആ സ്പീക്കർ പദവി തങ്ങളോടൊപ്പം നിലനിർത്തുവാൻ BJP ശക്തമായ തീരുമാനമെടുക്കുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട കമ്മിറ്റികളെ നിശ്ചയിക്കുന്നതിലും ചില പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ ചെയർമാനായിരിക്കുന്നതും ലോകസഭാ സ്പീക്കറാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ആടി ഉലഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാതെ നിൽക്കുന്ന BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ പദവി ഏറെ നിർണായകമാണ്. അതുകൊണ്ട് ഒരു ഘടകകക്ഷികൾക്ക് പോലും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്പീക്കറിന്റെ അഭാവത്തിലാണ് ഡെപ്യൂട്ടി സ്പീക്കറായി ചടങ്ങുകൾ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ സഭയിൽ ഉണ്ടാകുന്നത്, സഭയിൽ നേതൃത്വം കൈയാളുന്നത്. അപ്പോൾ ഈ സ്പീക്കറിന്റെ അഭാവത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ തങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനാവും എന്നുള്ളത് കൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കീഴ്വഴക്കം അനുസരിച്ച് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെടുന്നത്. ആലോചിക്കണം, അത് പീയൂഷ് ഗോയൽ വളരെ വ്യക്തമായി BJPയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ കീഴ്വഴക്കം ഒന്നും ഇല്ല എന്ന്. അങ്ങനെ അദ്ദേഹം പറയുന്നതിനുള്ള കാരണം 1 മുതൽ 10 വരെയുള്ള ലോകസഭകൾ പരിശോധിച്ചാൽ ആ കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ പല തർക്കങ്ങളും സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്നു. പ്രത്യേകിച്ച് സ്പീക്കർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കേണ്ടുന്ന ആളല്ല എന്നും, അത് സഭയിൽ സ്വതന്ത്രമായി നിലപാടെടുക്കേണ്ടുന്ന ആളാണെന്നും ഒക്കെയുള്ള ചർച്ചകൾ വന്നതോടുകൂടി, പല തർക്കങ്ങളും ഉണ്ടായതോടുകൂടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചത്. ആ കീഴ്വഴക്കം ഇങ്ങനെയായിരുന്നു: 10ാം ലോക്സഭ മുതൽ പിന്നീട് ഇങ്ങോട്ട് സ്പീക്കർ സ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കോ കക്ഷിക്കോ നിന്നുള്ള ആളായിരിക്കും, അവരായിരിക്കും തീരുമാനമെടുക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പരമാവധി പ്രതിപക്ഷ കക്ഷികൾക്കായിരിക്കും നൽകുക. അത് ഏതാണ്ട് 2014 വരെയുള്ള സഭ വരെ, ഏതാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 14-15 സഭ വരെ അത് തുടർന്നു എന്ന് വേണമെങ്കിൽ പറയാം. 16ാം ലോക്സഭയ്ക്ക് ശേഷമാണ് ഇതിന് മാറ്റം വന്നിട്ടുള്ളത്. 17ാം ലോക്സഭയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു ചെയ്തത്. സുമിത്ര മഹാജൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 മുതൽ 19 വരെയുള്ള BJP സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്ന് സ്പീക്കർ പദവി അവരുടെ ഘടകകക്ഷിക്കാണ് അവർ നൽകിയത്. സുമിത്ര മഹാജൻ സ്പീക്കർ ആയിരുന്നപ്പോൾ അന്നും BJP കീഴ്വഴക്കത്തെ, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന 5-6 ടേമിലെ ലോക്സഭ ടേമിലെ കീഴ്വഴക്കത്തെ ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരുപക്ഷെ BJP സ്പീക്കർ പദവി വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നതിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച്
കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ പരമാവധി സഭയിൽ നിയന്ത്രണം വേണം, തങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്, നയപരമായ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒക്കെ സ്പീക്കർ പദവി വളരെ നിർണായകമാണെന്നുള്ള തിരിച്ചറിവാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ സ്പീക്കർ പദവി നിലനിർത്തുവാനുള്ള ശ്രമം. എന്തായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഭരിക്കുന്ന കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ ചില കാര്യങ്ങൾ സമവായം ഉണ്ടാകേണ്ടുന്നതിന്റെ ഒരു സാധ്യതകൾ അത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. ആ ജനാധിപത്യത്തിന്റെ ശക്തികളെ നിലനിർത്തുക എന്നുള്ളത് ചില സമയത്ത് അതിന് സമവായങ്ങൾ ആവശ്യമായി വരും എന്നുള്ളതാണ്. ചില കീഴ്വഴക്കങ്ങൾ സഭയിൽ സൃഷ്ടിക്കപ്പെടുന്നത് സ്വാഭാവികമായും അത് ജനാധിപത്യത്തിൽ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ചില നയങ്ങൾ അത് സഭയുടെയും ജനാധിപത്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് അത്തരം കീഴ്വഴക്കങ്ങൾ സഭയിൽ പിന്തുടരുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലും ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടികൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക സ്വാഭാവികമാണ്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു രാഷ്ട്രീയം കൂടിയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾക്ക് പോലും തങ്ങളുടെ ഘടകകക്ഷികളായ TDP-യും JDU-വും സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകാതെ അത് തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്തുന്നതിന് BJP-ക്ക് വ്യക്തമായ അജണ്ടയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നു, ഒരുപക്ഷെ TDP-യുടെയും JDU-ന്റെയും ആവശ്യത്തെ ഒരുപക്ഷെ ഏതെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി മറ്റോ നൽകിക്കൊണ്ട് അതിലൊരു സമവായം BJP സൃഷ്ടിച്ചേക്കാം എന്നുള്ള അഭിപ്രായം വന്നിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാത്തത്, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് BJP ഒരുപക്ഷെ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാത്തതിന്റെ ഒരു കാരണം അതായിരിക്കാം. എന്തായാലും അത് നമ്മൾ കാത്തിരുന്നേ പറ്റൂ. കോൺഗ്രസിൽ നിന്ന് വളരെ വ്യക്തമായി മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി തീർച്ചയായിട്ടും ചർച്ച നടത്തിയിരുന്നു. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. തങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം, അതിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അവർ അറിയിച്ചിരുന്നത്. BJP അതിന് കൃത്യമായൊരു മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നോമിനേഷൻ ഫയൽ ചെയ്യുകയും അതിന് ബദലായി BJP ഓം ബിർളയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിക്കും. അങ്ങനെ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഏവർക്കും ഉറപ്പാണ് ആ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള തന്നെ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ജനാധിപത്യത്തിൽ തങ്ങളുടെ അഭിപ്രായത്തോട് ഡിസന്റ് രേഖപ്പെടുത്തിയ BJP സർക്കാരിനെ സഭയിൽ തന്നെ ചർച്ചയ്ക്ക് ക്ഷണിക്കുവാനും ഒരവസരം ഉണ്ടാക്കുവാനുമാണ് കോൺഗ്രസ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് എന്നറിയുമ്പോഴാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പ്രാധാന്യം കൈവരുന്നത്. എന്തായാലും വരും നാളുകളിൽ ഒരുപക്ഷെ ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് സഭയിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ സഭയിൽ ആയിരുന്നിട്ട് കൂടി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുവാൻ അവർ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ വരാൻ പോകുന്ന ലോക്സഭ നിർണായകമാകുന്നത് ആദ്യം കൂടുന്ന സഭയിൽ തന്നെ പ്രോടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ശക്തമായ ഒരു പ്രതിപക്ഷമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എങ്ങനെ സഭയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒപ്പം മുന്നണിക്ക് ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കുന്ന BJP എന്ന ഒറ്റ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെ കേവല ഭൂരിപക്ഷം സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഭരണം നടത്തുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള വിലങ്ങുതടികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇതൊക്കെ ജനാധിപത്യത്തെ പുഷ്കലപ്പെടുത്തും, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് കൂടുതൽ ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു മത്സരം ആരോഗ്യപരമായ മത്സരമാണെങ്കിൽ തീർച്ചയായും അത് ജനാധിപത്യത്തിന്റെ ശക്തി തന്നെയാണ്. വരും കാലങ്ങളിൽ പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ അത്തരം കൊടുങ്കാറ്റുകളെ ഏത് വിധേയും തടയിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാനായിരിക്കും ഭരണപക്ഷം ശ്രമിക്കുക. എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്.